ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ചോദിക്കുമ്പോഴൊക്കെ എന്റെ സമ്മതമില്ലാതെ അച്ഛൻ വിവാഹം തീരുമാനിക്കുന്നത് ശരിയാണോ? ഇതെന്തൊരു കഷ്ട. അച്ഛൻ എന്റെ ഇഷ്ടം എന്താ ചോദിക്കാത്ത? പ്രതാപേട്ട, ഇതെന്താ? ഇത് ഉറപ്പിച്ച മട്ടിലാണല്ലോ അയാളുടെ സംസാരം. എനിക്കറിയില്ല യാമിനി. സാഗരാജൻ പറഞ്ഞതുപോലെ ഇനി ഈ വിവാഹമാണ് ഋതികയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്നാണ് തീരുമാനമെങ്കിൽ അതൊരിക്കലും തടയാനാവില്ലല്ലോ. ദീപക്കുമായി നടക്കേണ്ടിയിരുന്ന എന്റെ വിവാഹം രാജു മുടക്കുമെന്ന് ഞാൻ അറിഞ്ഞപ്പോ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് ഞാൻ കരുതിയത്. ഇതിപ്പോ പുതിയ പ്രശ്നങ്ങളിലേക്ക് എന്റെ ജീവിതം വലിച്ചയക്കപ്പെടുകയാണല്ലോ ദൈവമേ. യാമിനി, ഋതിക റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. ശരി പ്രതാപേട്ട. മോളെ വാ. ഹലോ ഐശ്വര്യ. രാജു, എന്തൊക്കെയാ അവിടുത്തെ കാര്യങ്ങള്? ഋതിക മാഡത്തിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായോ? പരിഹാരമായെന്ന് പറയാം ഐശ്വര്യ. ദീപക്കായിട്ടുള്ള വിവാഹം മുടങ്ങി. ഐശ്വര്യ ചെയ്തെന്ന ഉപകാരത്തിന് നന്ദി പറയാനും ഞാൻ വിളിച്ച. അംബിക മേഡം ഐശ്വര്യയുടെ മുഖത്തടിച്ചെന്ന് യാമിനി മേഡം എന്നോട് പറഞ്ഞു. ഞാൻ കാരണം കിട്ടിയത് നല്ലൊരു അടി തന്നെയായിരുന്നു. വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ഒരു പാവം പെൺകുട്ടിയെ ആ ദീപകിനെ പോലെ ഒരുത്തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ. അത് സാരമില്ല. ഋതിക മാഡത്തിന് വേണ്ടി ഈ വേദന ഞാൻ സഹിച്ചോളാം. അംബിക മാഡം എന്റെ ഒരു സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അതിനി ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അംബിക മേഡം വന്നില്ലെങ്കിൽ എന്താ? എനിക്കറിയാവുന്ന എല്ലാവരെയും ഞാൻ ഐശ്വര്യ അടുത്ത് പറഞ്ഞുവിടാം. ഋതിക മേഡത്തിന്റെ മുഖത്തെ പാട് മാറുമല്ലോ. അത് മാറാനുള്ള ക്രീം ഞാൻ ഋതിക മാഡത്തിന് കൊടുത്തിരുന്നല്ലോ. ഓ, താങ്ക് യു സോ മച്ച്. നന്ദി വാക്കിന്റെ ആവശ്യമൊന്നുമില്ല രാജു. പിന്നെ എന്റെ പേര് വർമ്മ സാറിന്റെ വീട്ടിൽ വെച്ച് ഒന്ന് സ്പോയിലായിട്ടുണ്ട്. അതിനു പകരം രാജു പറഞ്ഞതുപോലെ നല്ല കുറച്ച് ക്ലയൻസിനെ ഇങ്ങോട്ട് അയച്ചേക്ക്. ഓക്കെ ഐശ്വര്യ, ശരി, എനിക്ക് ഞാൻ വിളിച്ചോളാം. ഓക്കെ. ഐശ്വര്യ, നീ ഇത്രയും വലിയ ഉപകാരമൊക്കെ ചെയ്തിട്ട് ഒരു നന്ദി വാക്ക് മാത്രം കിട്ടിയാ മതിയോ? പിന്നെ നിനക്ക് കുറച്ച് ക്യാഷ് ചോദിക്കായിരുന്നു. എന്തിന്? എടി, ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുക്കുന്നത് പ്രതിഫലം പ്രതീക്ഷയുണ്ടാവരുത്. ഋതിക മാഡത്തെ പോലെ നിഷ്കളങ്കയായ ഒരു പാവം പെൺകുട്ടിയെ സഹായിച്ച പുണ്യം കിട്ടും. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മേഡം, ഞാൻ രാജുള്ളിനോട് സംസാരിച്ചിരുന്നു. ദീപകമായിട്ടുള്ള വിവാഹം എങ്ങനെങ്കിലും മുടക്കാന്നാ പറയുന്നത്. ഋതിക മേഡം തൽക്കാലത്തേക്കൊന്ന് ആശ്വസിച്ചോ. കാരണം ആളിയെ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കും. രാജു ദീപക്കുമായുള്ള എന്റെ വിവാഹം മുടക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാടങ്ങ് സന്തോഷിച്ചു. എന്നെ ചതിച്ചല്ലടി. ദീപകേ, നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഋതിക എവിടെ? ഋതികയല്ല, ദിവ്യ. രാജു പറഞ്ഞതുപോലെ തന്നെ വിവാഹം മുടക്കി. വർമ്മേ, എന്റെ അനിയന്റെ മകൻ റോഹന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ തനിക്ക് സമ്മതമാണോ? പക്ഷെ അതിന്റെ ഇടയിലേക്ക് ആ ചെക്കൻ കയറി വരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. സാഗരാജൻ പറഞ്ഞതുപോലെ ഇനി ഈ വിവാഹമാണ് ഋതികയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്നാണ് തീരുമാനമെങ്കിൽ അതൊരിക്കലും തടയാനാവില്ലല്ലോ. ഇങ്ങനെ ഓരോ ആലോചനകളും എനിക്ക് വരുമ്പോഴും അച്ഛനിങ്ങനെ ഇടം വരെ നോക്കാതെ എല്ലാത്തിനും ഇങ്ങനെ സമ്മതിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ശരിയാ,
റോഹൻ അച്ഛന്റെ ഫ്രണ്ടിന്റെ ഫാമിലിയിലുള്ളതാ. ചിലപ്പോ നല്ല ക്യാരക്ടറുള്ള ആളായിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞു എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ചോദിക്കുമ്പോഴൊക്കെ എന്റെ സമ്മതമില്ലാതെ അച്ഛൻ വിവാഹം തീരുമാനിക്കുന്നത് ശരിയാണോ? ഇതെന്തൊരു കഷ്ട. അച്ഛൻ എന്റെ ഇഷ്ടം എന്താ ചോദിക്കാത്ത? അച്ഛനെന്താ എനിക്ക് റോഹനെ ഇഷ്ടമായോ എന്ന് ചോദിക്കാത്ത? ഋതുമോളെ, മോളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ചെറിയമ്മേ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. എല്ലാരും പോയല്ലേ? എല്ലാരും പോയി തുടങ്ങി മോളെ. രാധമയും വേണുവെങ്കിലും ഒക്കെ പോയോ? അവരും പോയി. അവരെന്നോട് യാത്ര പോലും പറയാതെ പോയത്. മോളെ ഒന്ന് ഫേസ് ചെയ്യാനും ആശ്വസിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവര്. മോൾ അതോർത്ത് വിഷമിക്കണ്ട. അല്ലെങ്കിലും അവരെ ഓർത്ത് വിഷമിക്കാനും സന്തോഷിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല ചെറിയമ്മേ. ഞാൻ ഈ ലോകത്ത് കുറച്ചെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചത് രാജുവിന്റെ വീട്ടിലായിരുന്നപ്പോഴാ. ആ സമാധാനവും സന്തോഷമൊക്കെ എനിക്കിപ്പോ പോയി. ഇപ്പൊ അവരും എന്നെ ഒരു അന്യെ പോലെ കാണുന്നു. ഇതെന്താ ചെറിയമ്മ എന്റെ ജീവിതം ഇങ്ങനെ? എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ചെറിയമ്മയും കണ്ടതല്ലേ? എന്താ എനിക്ക് മാത്രം ഇങ്ങനൊരവസ്ഥ? ആരാ ചെക്കൻ? എനിക്ക് പരിചയം പോലും ഇല്ല അവന്. അവന് വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ എങ്ങനെ ചെറിയമ്മ? ചെറിയമ്മയ്ക്കറിയാലോ എന്റെ മനസ്സ് മുഴുവൻ രാജുവായിട്ടുള്ള എന്റെ വിവാഹം നടക്കോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇതാര് ഇപ്പൊ പുതിയൊരാള്? അച്ഛൻ എന്തിനാ ഇങ്ങനെ വരുന്ന പ്രപ്പോസൽസ് എല്ലാം ഇങ്ങനെ അംഗീകരിക്കുന്നത്? മോളെ, അതിന് പ്രതാപേട്ടന് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. മോളുടെ അച്ഛന്റെ മനസ്സിൽ ഒന്നുമില്ല. മോളുടെ ജീവിതം നന്നാവണമെന്ന് മാത്രമേ മോളുടെ അച്ഛനുള്ളൂ. അതുകൊണ്ടാ പ്രതാപേട്ടൻ. എന്റെ ജീവിതം നന്നാവണമെങ്കിൽ എന്റെ അച്ഛന്റെ കൂടെ ഈ വീട്ടിൽ നിന്നാ പോരെ? എന്നെ എന്തിനാ വിവാഹം കഴിപ്പിച്ച് വിടാനായിട്ട് എല്ലാരും ധൃതി കാണിക്കുന്നെ? അങ്ങനെയല്ല മോളെ. പെൺകുട്ടികളുടെ വിവാഹം 1-2 തവണ മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ വിവാഹം നീട്ടിക്കൊണ്ടുപോയാ പിന്നെ നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ള പേടി കൊണ്ടായിരിക്കും പ്രതാപേട്ടൻ. ചെറിയമ്മയും കൂടി അച്ഛനെങ്ങനെ ന്യായീകരിക്കല്ലേ? മോൾക്ക് അച്ഛനോട് ദേഷ്യ? അച്ഛനോട് ദേഷ്യം തോന്നാനോ? എനിക്കോ? അകലേ നോവിനാലേ